എപ്പോഴും ട്രാജഡി മാത്രം പറയാൻ വേണ്ടിയിട്ട് വരാൻ പാടില്ലല്ലോ. അയ്യോ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഏതായാലും ശരി, അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു. സംഭവം നമ്മൾ പ്രൊമോ ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഞാൻ ഇത് പറയാൻ വന്നേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് പറയാണ് ഇങ്ങനൊന്നും റിവ്യൂ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ കരുതി ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് ഇത് ചെയ്തേ പറ്റൂ, അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. സംഭവം നമ്മുടെ അനുമോള് അവിടെ രാവിലെ നല്ല പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കുകയാണ്. അനീഷ് അത് അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്നെക്കുറിച്ചുള്ള അനുമോളുടെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം എങ്ങനെയാണ്, എന്താണ് അനുമോൾക്ക് എന്നെക്കുറിച്ച് തോന്നുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോള് വളരെ കൂളായിട്ട് വന്നപ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്നതാണല്ലോ, അതായത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ. അപ്പോൾ അനുമോളും ആ ഒരു സെൻസിൽ പറയാൻ തുടങ്ങി. വന്നപ്പോൾ എനിക്ക് തീരെ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ എനിക്ക് ഒട്ടും ഒക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഓക്കെ, നല്ല മനുഷ്യനല്ല നല്ലൊരു പേഴ്സൺ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അനീഷ് ആ ഒരു ടോണൊക്കെ ഒന്ന് മാറ്റിയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം. എന്ത് ഈസി ആയിട്ടാണ് അനീഷ് ഇത് ചോദിച്ചത്. അത് ചോദിച്ചത് കേട്ടപ്പോൾ തന്നെ, ഇന്നലെ പ്രൊമോയിൽ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഇതിനി പ്രാങ്ക് ആയിരിക്കും. പക്ഷെ ഇത് പ്രാങ്ക് അല്ല, അതത്ര ക്യൂട്ടായിട്ട് തന്നെ അത് ചോദിക്കുന്നുണ്ട്. നിൽക്കുക, അനുമോളാണെങ്കിൽ ഇല്ല കറങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനകത്താണ് ഇരിക്കുന്നത്. ആ ഒരു ചെയറിനകത്ത്, ഊഞ്ഞാൽ ചെയറിനകത്ത്. അതിനകത്തിരുന്നിട്ട് അയ്യോ എന്നിട്ട് എന്ത് വിധി ഇത്, അയ്യോ അടിപൊളി. എൻ്റെ എങ്ങനെ പറയണമെന്ന് അറിയാമെന്നുള്ളൊരു സംഭവമൊക്കെ പോയിട്ടുണ്ട്. സംഭവം അനുമോള് പ്രാങ്ക് ആണ് എന്ന് ആദ്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ ഒരു വലിയ ഹിസ്റ്ററി തന്നെ പറയുന്നുണ്ട്. അനുമോൾ ഈ 11 വർഷമായിട്ട് ഇതുവരെയും സത്യം പറഞ്ഞാൽ കരിയറിൽ സെറ്റ് ആയിട്ടില്ല. ശരിക്കും ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, മീഡിയ അല്ലെങ്കിൽ ഈ ഒരു സീരിയൽ സിനിമ എന്നൊക്കെ പറയുന്നത് ആ ഒരു തുടക്കമുണ്ട്. ആ തുടക്കം കിട്ടിക്കഴിഞ്ഞ് അത് നിലനിർത്തിക്കൊണ്ട് പോവുക, ആ ഒരു ഫെയിം അതേപോലെ കീപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്.